അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉളഹിയ്യത്തിന്റെ പ്രാധാന്യവും അത്യാവശ്യമായി അറിയേണ്ട ചില വസ്തുതകളുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ഉളഹിയ്യത്ത് ഒരു ഇബാദത്താണ്. ഉളഹിയ്യത്ത് അറുക്കുന്നത് ഒരു ആരാധനയാണ്. ആരാധനകളെല്ലാം നേരിട്ട് നിർവഹിക്കലാണ് അത്യുത്തമം. ചില ഇബാദത്ത് സ്വന്തം തന്നെ ചെയ്യണം. ഫർള് ഐന് എന്ന് പറയും. ളുഹർ നിസ്കാരം, അസർ, ഫർദ് നിസ്കാരങ്ങൾ, അതുപോലെ ഫർദിന് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, ദുഹാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, വിത്ർ നിസ്കാരം, ഇങ്ങനെയുള്ള നിസ്കാരങ്ങളൊക്കെ നാം സ്വന്തം ചെയ്യണം. മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റുകയില്ല. പക്ഷെ മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഇബാദത്തുണ്ട്. ഉദാഹരണം ഹജ്ജിന് പോകാൻ ഒരാൾക്ക് സാധ്യമാകാത്ത പക്ഷം അയാളുടെ സമ്പത്തിൽ നിന്ന് മറ്റൊരാളെ ഹജ്ജ് ചെയ്ത ഒരാളെ ഏൽപ്പിക്കാം, അത് സാധിക്കും. എന്നതുപോലെ ഈ ഉളഹിയ്യത്തിന്റെ അറവ് സംബന്ധമായി സ്വന്തം ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇബാദത്തിനോടുള്ള മുബാശറത്ത് അത് സുന്നത്താണല്ലോ. ഇബാദത്തിനോടുള്ള ആ സംഗമം, ആ കൂടിച്ചേരൽ, ആ മുഷാവറ, ഇതൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞിരുന്നു, ഉളഹിയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വരെ അതും സുന്നത്താണ്. അതുകൊണ്ട് നേരിട്ട് അറുക്കലാണ് ഏറ്റവും നല്ലത്. ഉളഹിയ്യത്ത് തീരുമാനിച്ച ആള് അദ്ദേഹം തന്നെ അറുക്കലാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ മറ്റൊരാളെ, അതിന് പര്യാപ്തമായ ഒരാളെ അദ്ദേഹം ഏൽപ്പിക്കണം. ഏൽപ്പിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഖ മിഅത്ത ബദനതൻ ഫനഹറ മിൻഹാ ബിയദിഹി 63. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ 6 കൊല്ലം ഹുദൈബിയയിൽ വെച്ച് 100 ഒട്ടകങ്ങളെ ഹദിയായി അറുത്തുന്ന. അതിൽ 63 എണ്ണവും പരിശുദ്ധ ആ ബറക്കത്താക്കപ്പെട്ട കരങ്ങൾ കൊണ്ടാണ് നിർവഹിച്ചത്. ബാക്കി 37 എണ്ണം സുമ്മ അഅത അലിയൻ അൽ മുദിയത്ത ഫനഹറ മാ ഗൈറു. ബാക്കിയുള്ളത് അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കത്തി കൊടുത്തിട്ട് അറുക്കാൻ പറഞ്ഞു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അറുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിച്ചു എന്നർത്ഥം. അതുകൊണ്ട് ഏൽപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പുരുഷനായാലും അറക്കാം, സ്ത്രീക്കും അറക്കാം. പക്ഷേ പുരുഷൻ നേരിട്ട് അറക്കുക, സ്ത്രീ മറ്റൊരാളെ ഏൽപ്പിക്കുക, അതാണ് അഭികാമ്യം, നല്ലത്. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ചില സമയത്ത് അറിയുന്ന കാര്യങ്ങളും മറന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. അത് സൂക്ഷിക്കണം. പിന്നെ ഉളഹിയ്യത്തിന്റെ പ്രധാനപ്പെട്ട സമയങ്ങളാണ് നമ്മളിലേക്ക് അടുത്തു വരുന്നത്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ, പെരുന്നാൾ നിസ്കാരം കഴിയുമ്പോൾ തന്നെ ഉളഹിയ്യത്തിന്റെ സമയമാവുകയാണ്. അപ്പോ ഇപ്പോൾ ഒരുപക്ഷെ മൃഗത്തിനെ വാങ്ങിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഏതായാലും മൃഗത്തെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഷാവറ സഹിതം അതിന് വാങ്ങാൻ പോകുന്നതും തിരിച്ചു വാങ്ങിച്ചു കൊണ്ടുവരുന്നതും വില നിശ്ചയിക്കുന്നതും ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ പ്രാധാന്യമുള്ള ഒരു സുന്നത്തായ കാര്യമാണെന്ന് മനസ്സിലാക്കണം. മൃഗത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ നല്ല രൂപത്തിൽ, ഒരു നിലയ്ക്കും വിശപ്പ് അറിയാത്ത രൂപത്തിൽ അതിനെ കുളിപ്പിക്കണം, അതിനെ വേണ്ട രൂപത്തിൽ ഭക്ഷണം കൊടുക്കണം, ശരീരത്തെ പുഷ്ടിപ്പെടുത്തണം. വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിന് ഭക്ഷണം കൊടുക്കാതെ അതിന്റെ മാംസം കുറയുന്ന രൂപത്തിലാവരുത്. മറിച്ച് ഉളഹിയ്യത്ത് അറക്കാൻ തീരുമാനിച്ച മൃഗത്തിനെ സമീനാക്കണം. അത് സുന്നത്താണ്. സമീൻ എന്ന് പറഞ്ഞാൽ അത് തടിയുള്ളതാക്കണം, മാംസം കൂടുതൽ വാങ്ങുന്നതിനേക്കാൾ അറക്കുന്ന സമയത്ത് മാംസം കൂടുന്ന രൂപത്തിലാകൽ, അത് സുന്നത്താണെന്ന് അജ്മഅൽ ഉലമാഉ, പണ്ഡിതന്മാരെല്ലാവരും ഏകോപിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ശആഇറിനെ ബഹുമാനിക്കണമെന്നാണല്ലോ അള്ളാഹ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, അള്ളാഹുവിന്റെ ശആഇർ ഒന്നല്ല, ഒരുപാടുണ്ട്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ, അതിൽപ്പെട്ട ഒന്നാണ് ഉളഹിയ്യത്തിന്റെ മൃഗം. അതിനെ ബഹുമാനിക്കണം, ആദരിക്കണം, തക്ബീർ എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ
ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ വിഷയം നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതിനെ ഒരു നിലയ്ക്കും ക്ഷീണം വരുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്താൻ പാടില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഷെയർ ചേരുന്ന മൃഗത്തെ സംബന്ധിച്ചാണ്. നല്ലതുപോലെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ആട്, മാട്, ഒട്ടകമാണ് അറുക്കുന്നത്. ആടിൽ ഷെയർ ഇല്ല. 7 ആട് അറുക്കുന്ന സ്ഥാനത്താണ് 7 ഷെയർ കൂടുന്നത്. അത് 7 ഷെയർ കൂടണമെന്നില്ല കേട്ടോ. അത് ഒന്ന് പറ്റിയില്ലെങ്കിൽ പിന്നെ 7 എന്നല്ല. ഒരാൾക്ക് 1, അല്ലെങ്കിൽ ഒരാൾക്ക് 2 പേരും കൂടി, അല്ലെ 3 പേര് കൂടി, അല്ലെ 4 പേര് കൂടി, അല്ലെ 5 പേര് കൂടി, 6, 7. 7ന്റെ അപ്പുറത്താകാൻ പാടില്ല. ഇപ്പൊ ഒരാള് ഉളഹിയത്തിന്റെ മൃഗത്തെ എല്ലാം ഷെയർ ചേർന്ന് അറുത്തു, വിഹരിച്ചപ്പോൾ 8 പേരായി. 8 പേര് അതിനകത്തിൽ പങ്കുണ്ടെങ്കിൽ അതൊന്നും ഉളഹിയത്താവൂല. അത് 7 തന്നെ ആവണം. ഇഷ്കാലോ സംശയങ്ങളോ കൺഫ്യൂഷനോ ഒന്നും പാടില്ല. 7 പേർ തന്നെ ആവണം. 8ാമത്തെ ഒരാളിലേക്ക് പോകൂല. അത് അങ്ങനെ അവസാനം അങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് 7 പേർ തന്നെ ആവണം ഏറ്റവും കൂടിയാൽ. അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം, ആ സംശയം വളരെ വ്യക്തമായി പറയുകയാണ്. സെപ്പറേറ്റ് ഒന്ന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ കിടക്കുന്നില്ല. അതെന്താണ്? വ്യത്യസ്ത ഉദ്ദേശങ്ങളോടുകൂടി ഷെയർ ചെയ്യാം. പലരും വിളിച്ചിട്ടുണ്ട്, ഉളഹിയത്തിന്റെ മൃഗത്തില് അഖീഖ ചേരാൻ പറ്റുമോ, നേർച്ച ചേരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേരാം, പക്ഷേ അത് വ്യത്യസ്തങ്ങളായ നിയ്യത്തുകൾ വേണമെന്നർത്ഥം. അതുപോലെ അതിന്റെ മാനദണ്ഡം പാലിക്കണം. മാനദണ്ഡം ഏതാണ്? ഉളഹിയത്ത് ആണെങ്കിൽ ഉളഹിയത്ത് തന്നെ. ഞാനിപ്പോൾ ഉളഹിയത്ത് ഉദ്ദേശമില്ല, മറിച്ച് എന്റെ മകന് അഖീഖ അറുക്കേണ്ടതുണ്ട്, അത് അറുത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ അഖീഖ അതിന്റെ ഷെയർ ചെയ്യാൻ പറ്റുമോ? ചേരാം. പക്ഷേ അഖീഖയുടെ വിഹിതമുള്ള ആ മാംസം സെപ്പറേറ്റ് വാങ്ങി വെക്കുകയും, ഒന്നുകിൽ അത് വാങ്ങി സ്വന്തം വിതരണം ചെയ്യണം, അല്ലെ വിതരണം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കണം. ഉളഹിയത്തിന്റെ കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. മാത്രമല്ല, ആൺകുട്ടിക്കാണെങ്കിൽ 2 വിഹിതം വേണം. ആൺകുട്ടിക്ക് 2 ആടാണ്, പെൺകുട്ടിക്ക് 1 ആട്. പെൺകുട്ടിയാണെങ്കിൽ 1 വിഹിതത്തിൽ കൂറാകാം. ആൺകുട്ടിയാണെങ്കിൽ 2 വിഹിതം വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് ആണാകാം, പെണ്ണാകാം. ആൺകുട്ടിയാണെങ്കിൽ 2 ഷെയറിൽ, പെൺകുട്ടിയാണെങ്കിൽ 1 ഷെയർ. ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അത് സാധ്യമാവുന്നതാണ്. പക്ഷേ ഉളഹിയത്തിന്റെ കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. അത് മാറ്റി, അവന്റെ വിഹിതം മാറ്റിവെച്ച് ഒന്നുകിൽ അവരെ തന്നെ എന്ത് ചെയ്യാം, അത് സദഖ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാം. ഇവനിക്ക് മതിയാവുന്ന ആവശ്യമുള്ളത് വീട്ടിലേക്ക് എടുത്തതിന് ശേഷം അവരെ തന്നെ ഏൽപ്പിക്കാം. പക്ഷെ അത് ഉളഹിയത്തിന്റെ കൂടെ തന്നെ ചേർക്കാം. പക്ഷെ ഈ നിയ്യത്ത് വെവ്വേറെ ആവണം. ഇനി അവന്റെ ഭാഗം മാറ്റി അവൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവനിഷ്ടമുള്ളവർക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഉദ്ദേശത്തോടുകൂടി ഷെയർ ചേരാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്യാദി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും അത് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.